കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അരുവിത്തുറ. രണ്ട് അരുവികളുടെ സംഗമസ്ഥാനവും അതിൻ്റെ തുറയിൽപ്പെട്ട പ്രദേശവുമായതിനാലാണ് അരുവിത്തുറ എന്ന പേര് ലഭ്യമായത് എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നും വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുമുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി അഥവാ അരുവിത്തുറ പള്ളി. കോട്ടയത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള ഈരാറ്റുപേട്ടയിലെ അരുവിത്തുറയിൽ മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം കേരളത്തിലെ വലിപ്പമേറിയ പള്ളികളിൽ ഒന്നാണ്. പാലാ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ സ്ഥാപിതമായതാണ് അരുവിത്തുറ പള്ളി എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ചില പ്രാദേശിക പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തോമാസ് ലീഹ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന 7 പള്ളികളിലെ അരപ്പള്ളിയാണ് ഇത് എന്ന് കരുതുന്ന അപൂർവം ചിലരുണ്ട്. എന്നാൽ അതിന് ശരിയായ ഒരു തെളിവുകൾ ഉണ്ടായിട്ടില്ല. പുരാതന ക്ഷേത്ര മാതൃകയിൽ കരിങ്കല്ലിൽ പണിതിരുന്ന ഈ പള്ളി മർത്തമറിയമ്മിൻ്റെ പേരിലുള്ളതായിരുന്നു. അക്കാലത്ത് ഈ പ്രദേശം ഇരപ്പുഴ, ഇരപ്പേലി തുടങ്ങിയ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറിയ ക്രൈസ്തവർ പേർഷ്യൻ ശില്പകലാ മാതൃകയിലുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപവും കൂടെ കൊണ്ടുവന്നു. ഈ തിരുസ്വരൂപം അരുവിത്തുറ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി മർത്തമറിയമ്മിൻ്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഈ ദേവാലയം വിശുദ്ധ ഗീവർഗീസിൻ്റെ പള്ളിയായി അറിയപ്പെടുകയും ഇടവകയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിശ്വാസികൾക്കിടയിൽ വിശുദ്ധ ഗീവർഗീസ് അരുവിത്തുറ വല്യച്ഛൻ എന്ന പേരിൽ പ്രശസ്തമാവുകയും ചെയ്തു. പിന്നീട് അരുവിത്തുറ പള്ളി പല പ്രാവശ്യം പുതുക്കിപ്പണിതിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഇടവകാംഗം തന്നെയായിരുന്ന മാത്യു കല്ലറയ്ക്കൽ എന്ന വൈദികൻ്റെ നേതൃത്വത്തിൽ ഒരു പള്ളി പണി കഴിപ്പിച്ചു. അതിനുശേഷമുള്ള ഇപ്പോഴത്തെ ദേവാലയം 1952 നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. എല്ലാ വർഷവും ഏപ്രിൽ 23 മുതൽ 25 വരെയാണ് അരുവിത്തുറ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. ഇതിനു പുറമെ ജനുവരി മാസത്തിൽ കർമ്മല മാതാവിൻ്റെ തിരുനാൾ, കല്ലിട്ട തിരുനാൾ എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ടു വരുന്നുണ്ട്. അരുവിത്തുറയിലെ ആദ്യ ദേവാലയം പ്രതിഷ്ഠിച്ചിരുന്നത് ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിനായിരുന്നു. ഈ ദേവാലയത്തിന് ക്ഷേത്രത്തിൻ്റെ ആകൃതിയായിരുന്നു. ഫിലിപ്പ് പാമർ എഴുതിയ കേരള കത്തോലിക്ക വിജ്ഞാനീയത്തിൽ അരുവിത്തുറ പള്ളി AD 151 സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ പല ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കൽ നിവാസികൾ വാസസ്ഥലം ഉപേക്ഷിച്ച് പോരുകയും വിശുദ്ധ ഗീവർഗീസിൻ്റെ സ്വരൂപവുമായി അരുവിത്തുറയിൽ അഭയം തേടുകയും ചെയ്ത ആക്രമണം നടന്നത് 1350 കാഞ്ഞിരപ്പള്ളി പഴയ പള്ളി, അതായത് അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് മേരീസ് പള്ളി അരുവിത്തുറയിൽ നിന്നും 1449 പിരിഞ്ഞുപോയതാണ്. 16-ാം നൂറ്റാണ്ടിൽ ദേവാലയം പുതുക്കിപ്പണിതു. അരുവിത്തുറ ഇടവക്കാരൻ തന്നെയായ കല്ലറയ്ക്കൽ മത്തായി കത്തനാരാണ് പുനർനിർമ്മാണം നടത്തിയത്. ആ കാലത്താണ് വിശുദ്ധ ഗീവർഗീസിന് ഇടവക ദേവാലയം സമർപ്പിച്ചത്. പ്ലാസിനാൽ സെൻറ്റ് മേരീസ് പള്ളി അരുവിത്തുറയിൽ നിന്നും 1848 പിരിഞ്ഞുപോയി. തിടനാട് സെൻറ്റ് ജോസഫ് പള്ളി അരുവിത്തുറയിൽ നിന്നും 1865 പിരിഞ്ഞു. 1875 അരുവിത്തുറ ഇടവകയിലെ ആദ്യത്തെ പള്ളിക്കൂടം, ഇപ്പോഴത്തെ വെയിൽ കാണാപ്പാറ സെൻറ്റ് ജോർജ് LP സ്കൂൾ ആരംഭിച്ചു. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിൽ കൊണ്ടൂർ കുരിശുപള്ളി സ്ഥാപിച്ചത് 1903 ഇതാണ് അരുവിത്തുറ ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ കുരിശുപള്ളി. തിരുവിതാംകൂറിലെ ഇളയ രാജാവ് അശ്വതി തിരുനാൾ പള്ളി സന്ദർശിച്ചത് 1908 ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കൻസി പ്രഭു പള്ളി സന്ദർശിച്ച് അതിൻ്റെ പഴക്കത്തെപ്പറ്റി പഠനം നടത്തിയ രേഖകൾ ഉണ്ട്. വെയിൽ കാണാപ്പാറ പള്ളിക്കൂടം, അതായത് സെൻറ്റ് ജോർജ് LP സ്കൂൾ 1917 അരുവിത്തുറ പള്ളി ഏറ്റെടുത്തു. റവറൻ ഫാദർ തോമസ് അരയത്തിനാലിൻ്റെ നേതൃത്വത്തിൽ 1948 സെൻറ്റ് തോമസ് മിഷൻ ലീഗ് ഉദ്ഘാടനം ചെയ്തു. സെൻറ്റ് തോമസ് മിഷൻ ലീഗ് ബംഗാളിലെ ദിനാജ്പൂർ രൂപതയിലെ ജോൺപൂർ മിഷനിലെ ലഖിപ്പൂർ ഗ്രാമത്തിന് 1949 മുതൽ സ്ഥിരമായി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നു. അതിനാൽ അവിടുത്തെ മിഷണറിമാർ ആ ഗ്രാമത്തിന് കൊച്ചരുവിത്തുറ എന്ന പേര് നൽകി. ഈ സ്ഥലം ഇന്നത്തെ ബംഗ്ലാദേശിൽ കൊച്ചരുവിത്തുറ എന്ന പേരിൽ അറിയപ്പെടുന്നു.
അവിടെ അരുവിത്തുറ ഇടവകയിൽ നിന്നും എടുത്ത സംഭാവനകൾ കൊണ്ട് മാത്രം ഒരു പള്ളി പടുത്തുയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പള്ളി ഇന്ന് കൊച്ചരുവിത്തുറ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിലെ പള്ളിയുടെ മധുബഹ മാത്രം മേൽക്കൂര സഹിതം നിലനിർത്തി ബാക്കി ഭാഗം 1951 പൊളിച്ചുമാറ്റി. ഇപ്പോഴത്തെ ദേവാലയം പാലാ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വയലിൽ 1951 കുദാശ ചെയ്തു. 1952 ഇപ്പോഴത്തെ പള്ളി പണി പൂർത്തീകരിച്ചു. 1952 പെരുന്നിലത്ത് സെൻറ് മേരീസ് കുരിശുപള്ളി സ്ഥാപിച്ചു. 1952 പെരുന്നിലത്ത് സെൻറ് തോമസ് ആരാധനാ മഠം തുറന്നു. ഇതാണ് ഇടവകയിലെ ആദ്യത്തെ കന്യാസ്ത്രീ മഠം. 1952 സെൻറ് ജോർജ് UP ആൻഡ് HS ആരംഭിച്ചു. 1965 സെൻറ് മേരീസ് നഴ്സറി സ്കൂൾ ആരംഭിച്ചു. റവറൻ ഫാദർ തോമസ് അരയത്തിനാൽ വത്തിക്കാനിൽ പൗരസ്ത്യ സഭകൾ എന്ന വിഷയത്തെക്കുറിച്ച് 1972 പ്രബന്ധം അവതരിപ്പിച്ചു. 1974-77 കാലഘട്ടത്തിൽ USA അഥവാ ചിക്കാഗോ ബിഷപ്പ്മാർ ജേക്കബ് അങ്ങാടിയത്ത് ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു. 1974 ജോർജിയൻ കോളേജ് അരുവിത്തുറ സ്ഥാപിച്ച് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും വരെ സൗകര്യമുള്ള ഒരു പാരലൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടു. 1980 പൗരസ്ത്യ തിരുസംഘത്തിലെ അധ്യക്ഷൻ കർദിനാൾ വ്ളാഡിസ്ലാവ് റൂബിൻ അരുവിത്തുറ പള്ളി സന്ദർശിച്ചു. 1981-82 കാലഘട്ടത്തിൽ പാലാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അരുവിത്തുറ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു. വെല്ലിച്ചൻമലയിൽ സ്ഥാപിച്ച ആദ്യ കുരിശ് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് 2011 മാർച്ച് 4 വെഞ്ചരിച്ചു. തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് ഇറ്റലിയിലെ ഓർത്തണോ കത്തീഡ്രലിൽ നിന്നും അരുവിത്തുറ പള്ളിയിൽ കൊണ്ടുവന്ന് 2013 ഓഗസ്റ്റിൽ പ്രതിഷ്ഠിച്ചു. 2014 വെല്ലിച്ചൻമലയിൽ 17 അടി ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് കുരിശിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്ന് എത്തിച്ചേർന്ന അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പാലാ രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് വെല്ലിച്ചൻമലയുടെ ആശീർവാദം 2014 ഫെബ്രുവരി 9 നടത്തി. അരുവിത്തറ വെല്ലിച്ചൻമല പള്ളിയുടെ കുദാശകർമ്മം അഭിമന്യമാർ ജോസഫ് പൗത്തിൽ പിതാവ് 2014 സെപ്റ്റംബർ 13 നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച വാദ്യപ്പുരയുടെ വെഞ്ചരിപ്പ് കർമ്മം മാർ ജോസഫ് കല്ലറങ്ങാട്ട് 2021 ഒക്ടോബർ 31 നിർവഹിച്ചു. പെരുന്നിലം സഹദ ഗാർഡൻസ് എന്ന നാമധേയത്തിൽ ഭവനരഹിതർക്കായുള്ള 21 വീടുകൾ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് 2023 ഒക്ടോബർ 14 വെഞ്ചരിച്ചു. അരുവിത്തറ പള്ളിയുടെ ഇരുവശങ്ങളിലുമായി പുതിയതായി നിർമ്മിക്കപ്പെട്ട മണ്ഡലങ്ങൾ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശീർവദിക്കുകയും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം പള്ളിയുടെ ഇരുവശത്തെ മണ്ഡലത്തിൽ ഇടതുവശത്തെ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് 2024 ജനുവരി 21